സുരേന്ദ്രനാരായൺ ഇന്നിപ്പോൾ എന്താണ് അനിയമ്പാടത്ത് വലിയ പോലീസ് പരിശോധനയുണ്ട്. ഇന്നിപ്പോൾ അതുവഴി വാഹനങ്ങൾക്ക് വേഗതയുണ്ട്, വാഹനങ്ങൾക്ക് കയറ്റുന്ന ലോഡിൻ്റെ എണ്ണം എത്ര, തൂക്കം എത്ര എന്നൊക്കെ ഇന്ന് വലിയ പരിശോധന ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാളെ എന്താണ് സുരക്ഷാ ഓഡിറ്റിംഗ് ആണ്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ ടീം ഉണ്ടാകും. അതിനുശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം അടിയന്തരമായ നടപടി. ആ നടപടി തുടക്കം വരെ ഈ പോലീസ് പരിശോധന അവിടെ തുടങ്ങും എന്നൊക്കെ പറയുകയാണ്. ഇന്നിപ്പോൾ ആ യോഗത്തിൽ കുറേ നല്ല നിർദ്ദേശങ്ങൾ നാട്ടുകാർ മുന്നോട്ട് വെച്ചെന്നൊക്കെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെക്കുന്നതാണ് കേട്ടോ ഉപേന്ദ്രനാരായണൻ. നന്നായി പോയി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ വാർത്ത ഇന്നിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇതിലും വലിയ വാർത്ത വരുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. നമ്മുടെയൊക്കെ ശ്രദ്ധ ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകും. ഈ പറയുന്ന പനയമ്പാടത്തുകാരും ആ അപകടവളവിലെ മരണങ്ങളും അതിൻ്റെ അനാഥത്വങ്ങളും അവർ മാത്രമാകും. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത അപകടം വരുമ്പോഴേക്കും വീണ്ടും ആവർത്തിക്കും ഈ ചാക്രിക പ്രതിഭാസം. ഉപേന്ദ്രനാരായണൻ, അതെ, ഇത് നമ്മുടെ നാട്ടിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തേക്ക് ഒരു ആൾ മരിക്കുമ്പോൾ ഒരു വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ കൂട്ടമരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി വാർത്തയാകുന്നത്. ഈ വാർത്തയുടെ പ്രാധാന്യം മിക്കവാറും 3 ദിവസം കൊണ്ട് തീരും. നിങ്ങൾ മാധ്യമങ്ങളാണ് ഇപ്പോൾ സത്യത്തിൽ ഒരു പ്രതിപക്ഷ ശൈലിയിൽ ഇത് അവതരിപ്പിച്ച് ജനങ്ങളെ, പ്രതിപക്ഷങ്ങളെ, ഭരണകക്ഷിയൊക്കെ ഉണർത്തുന്നത്. എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിലെ ദേശീയപാതകൾ 99-ലാണ് 99-2000 കാലഘട്ടത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത്. അതുവരെ PWDക്ക് ഒരു ചീഫ് എഞ്ചിനീയറും ഒരു ഡിവിഷനും ഉണ്ടായിരുന്നു, PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡിവിഷൻ, അതിനൊരു ചീഫ് എഞ്ചിനീയർ. അപ്പുറത്ത് NH ഡിവിഷൻ, നാഷണൽ ഹൈവേ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് അതിനൊരു ചീഫ് എഞ്ചിനീയർ. അവസാനമായിട്ട് ജോസഫ് കെ മാത്യു ആയിരുന്നു അതിൻ്റെ ചീഫ് എഞ്ചിനീയർ. ആ സമയത്തൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉടനടി പരിഹരിക്കും. കാര്യം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാനും അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ എടുക്കാനും തിരുവനന്തപുരം വരെ പോയാൽ മതി. ഇപ്പോൾ അത് ദേശീയപാത നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൈമാറിയതിന് ശേഷം എന്ത് കാര്യത്തിനും ഡിലേ ആണ്, താല്പര്യമില്ലായ്മയാണ്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി കൊച്ചി എയർപോർട്ടിൽ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ BJPക്കാരെ പരിചയപ്പെട്ടിട്ട് അവരെ കൊണ്ട് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോയി. ആ സമയത്ത് മുരളീധരൻ എന്ന് പറയുന്ന BJP നേതാവും ഉണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി അത് വായിച്ചിട്ട് പറഞ്ഞു, നോക്ക്, റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിൻ്റെയും സബ്ജക്റ്റാണ്, എൻ്റെ സബ്ജക്റ്റ് അല്ല എന്നാണ് ആ മന്ത്രി പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതീവ ദുഃഖമുണ്ടായി. കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് അപകടങ്ങളുടെ നാടായി 1,78,000 പേരെ കൊന്നുകൊണ്ടിരിക്കുക എല്ലാ വർഷവും. 10% കണ്ട് വർധനവും ഉണ്ട്. നമ്മുടെ GDPയുടെ 7% റോഡ് അപകട കേസുകൾക്കായിട്ട് നഷ്ടപരിഹാരമായി കൊടുക്കുന്നത്. ജനങ്ങൾ ഇളകിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയും കളക്ടറും മറ്റേ SP മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനല്ല, നമുക്ക് ശാശ്വതമായ പരിഹാരം വേണം. റോഡ് അപകടങ്ങൾക്ക് 5 കാരണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ 3 റോഡ് റിലേറ്റഡ് ഇഷ്യൂ ആണ് 1. 2 വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് 2. 3 ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അവിടെ നടന്നത്. അപ്പോൾ അതിന് 3നും അഡ്രസ്സ് ചെയ്യുകയും പെർമനൻറ്റ് സൊല്യൂഷൻസ് വേണം. ഇപ്പോൾ ബാരിക്കേഡ് വെക്കുന്നതിനൊക്കെ നിയമവശങ്ങളുണ്ട്. ദേശീയപാതയിൽ ബാരിക്കേഡ് വെക്കാൻ പറ്റില്ല. അത് IRC കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. നാഷണൽ ഹൈവേയുടെ ചില കോഡ് ഓഫ് പ്രാക്ടീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിയമപരമായ അവകാശം ഇല്ല. അല്ല, അവിടെ നേരത്തെ എന്തോ ഹമ്പ് വെച്ചെന്നാ പറയുന്നത്. ഹമ്പ് വെച്ചപ്പോഴേക്കും വണ്ടി ചവിട്ടും കൂട്ടേടിയാ പറയുന്നത്. അവിടെ ഒന്നും നടക്കില്ല. അവിടെ സാറേ ഈ വളവ് നിവർത്തലല്ലാതെ ഒരു കാര്യവും പ്രാക്ടിക്കൽ അല്ല. അതാണ് താങ്കൾ പറഞ്ഞതാണ് 100% ശരി. ഈ സ്ട്രെയിറ്റ് റോഡ് വേണം. ദേശീയപാത സ്റ്റാൻഡേർഡിലല്ല ഈ പറഞ്ഞ റോഡ്. അതായത് പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഈ റോഡ് നേരത്തെ എനിക്ക് തോന്നുന്നു 2001-ലോ മറ്റോ ആണ് പെട്ടെന്ന്, ഇത് PWDയുടെ സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. അപ്പോൾ തന്നെ NH എഞ്ചിനീയേഴ്സ് വന്നിട്ട് ഒരു ബോർഡ് തൂക്കി അവിടെ ഇവിടെയൊക്കെ. ഇത് NH 966 മറ്റോ ആണെന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിയെന്നല്ലാണ്ട് അതിൻ്റെ ഒരു കർവും നിവർത്തിയിട്ടില്ല. റോഡ് വശത്തെ പുല്ല് പോലും വെട്ടി ഡ്രൈവറുടെ വിഷൻ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ കുറച്ച് മിക്കാഡം ടാർ BM&AC ചെയ്ത് റോഡ് കണ്ണാടി മാതിരിയായി, അപകടങ്ങളുടെ പരമ്പരയായി. ഇങ്ങനൊന്നും അല്ല വേണ്ടത്. ദേശീയപാതയ്ക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിന് കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ട്. കൂടാതെ കേരളത്തെ ഹൈവേകളെല്ലാം വെറ്റ് ഹൈവേസാണ്. കാര്യം നമുക്ക് 6-7 മാസം മഴയുണ്ട്. അപ്പോൾ അതിനൊരു സ്പെസിഫിക്കേഷൻ ദേശീയപാത അതോറിറ്റിയുടെ കയ്യിൽ ഇല്ല. കാര്യം ഞാൻ IRC ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടതാണ്. കാര്യം മറ്റ് സ്റ്റേറ്റിലൊക്കെ എന്ന് വെച്ചാൽ ഡ്രൈ ക്ലൈമറ്റാണ്. ഇത്രയും അപകടങ്ങളും കുത്തനെയുള്ള വളവും തിരിവുമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ പോയാലും മധ്യപ്രദേശിലും എല്ലാം സ്ട്രെയിറ്റ് റോഡാണ്. ഇപ്പോൾ നമ്മൾ പണിയുന്ന തലപ്പാടി ടു തിരുവനന്തപുരം റോഡ് സ്ട്രെയിറ്റ് റോഡാണ്. അതവിടെ ലിമിറ്റഡ് എൻക്രോച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്രോസിങ്സേ ഉള്ളൂ.
അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ കേരളത്തിനോട് എന്തിനാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു രണ്ടാം ചിറ്റമ്മ നയം എനിക്കറിയണം. കാര്യം ഞാനത് പറഞ്ഞപ്പോഴേ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞ് പരിഗണിക്കാവുന്നൊരു വാക്കാണ് ഞാൻ കേൾക്കേണ്ടിയിരുന്നത്. പക്ഷേ ഒരു വ്യക്തി, ഇപ്പം ഞാൻ 28 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിരന്തരം വർക്ക് ചെയ്യുകയാണ്. റോഡ് സേഫ്റ്റിയെ പറ്റിയും റോഡിൻ്റെ എഞ്ചിനീയറിങ്ങിനെ പറ്റിയൊക്കെ വൈദഗ്ധ്യം നേടിയിട്ടാണ് ഞാൻ വിദേശത്തു നിന്ന് മടങ്ങി വന്നത്. അപ്പം ഞങ്ങളെ മാതിരി ആൾക്കാരുടെ കയ്യിലാണ് റോഡ് സേഫ്റ്റി വരേണ്ടത്. ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് റോഡ് സേഫ്റ്റി കമ്മീഷണർ. IG ട്രാഫിക് എന്നുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ബഹുമാനപ്പെട്ട VSൻ്റെ സമയത്ത്, പിന്നത് ആരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു സബ്ജക്റ്റാണ് ഇന്ന് റോഡ് സേഫ്റ്റി. ഒരു പ്രിയോറിറ്റിയുമില്ല. ഈ പാവപ്പെട്ടവൻ്റെ മക്കൾ മരിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ കൂടി ഒരു ചർച്ച ചെയ്യും. ജനങ്ങൾ ശക്തമായിട്ട് എതിർപ്പ് വന്നപ്പോഴേക്കും കളക്ടറുടെ മീറ്റിംഗ് വന്നു. അങ്ങനെയൊന്നുമല്ല, ഇതിന് സ്ഥിരം സംവിധാനം വേണം. ഇപ്പം നിതിൻ ഗഡ്കരി പറഞ്ഞു 50% അപകടങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് 2025 പുള്ളി 50% അപകടം കുറയുമെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. അപ്പം ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നാഷണൽ ലെവലിൽ ഒരു റോഡ് സേഫ്റ്റി ബോർഡ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു 2022. താങ്കൾ ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം, ആ നാഷണൽ റോഡ് സേഫ്റ്റി ബോർഡ് ഇന്ന് വരെ എഫക്റ്റീവ് ആയിട്ടില്ല. കാര്യം അതിൻ്റെ ചെയർമാനായുള്ള UP സിംഗ് ചാർജ് എടുത്തിട്ടില്ല. ശരി, അല്ല ഞാൻ ഇടപെടുകയാണ്. ഇന്നലെ നിതിൻ ഗഡ്കരി സഭയിൽ പറയുകയാണ്, മറ്റ് രാജ്യാന്തര സമ്മേളനങ്ങൾ പോകുമ്പോൾ തലകുനിക്കേണ്ട അവസ്ഥയാണ്, അത്രത്തോളം അപകടങ്ങൾ പെരുകുന്നു എന്ന് നിതിൻ ഗഡ്കരി സഭയിലാണ് പറയുന്നത് കേട്ടോ. അതിന് തുടർച്ചയിലാണ് നമ്മൾ ഈ അപകടം.